ഇന്ത്യക്കെതിരെ പണിയാനായിട്ട് ഏതൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും പാകിസ്ഥാൻ ശ്രമിക്കുമെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അങ്ങനെ പാകിസ്ഥാൻ ഏതെല്ലാം വേദികളിൽ ചെന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വാദങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ, അതെല്ലാം തള്ളിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നാണക്കേട് അല്ലെങ്കിൽ നാണവും മാനും നമ്മൾ ചോദിക്കില്ലേ, ലേശ ഉളുപ്പില്ലേ എന്ന് ചോദിച്ചാലും അത്ര പോലും ഉളുപ്പില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. കാരണം ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്നത് അത്രമേൽ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ വിഷയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ നാട് നീളെ പറഞ്ഞ് ഇന്ത്യക്കെതിരെ പറഞ്ഞ് നടക്കാനായിട്ട്? പക്ഷെ നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നാണം കെടുത്ത് വിട്ടു എന്ന് പറഞ്ഞാൽ മതി. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ വെച്ചിട്ട് പാകിസ്ഥാനെ ഇന്ത്യ അമ്മാതിരി കീറി നമ്മൾ ഭിത്തിയിലൊട്ടിച്ച രീതിയിൽ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യകാരണങ്ങൾ സഹിതം തന്നെ പാകിസ്ഥാനെതിരെ പറഞ്ഞിരിക്കുകയാണ്. സമാധാനത്തിനായിട്ടുള്ള നേതൃത്വം എന്ന് പറയുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ ഒരു ഓപ്പൺ ഡിബേറ്റിലാണ് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡറായിട്ടുള്ള പി ഹരീഷ്. അദ്ദേഹമാണ് പാകിസ്ഥാനെതിരെ നല്ല അസലായിട്ട് കൊടുത്തു വിട്ടിട്ടുള്ള, ഓങ്ങി വിട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഓങ്ങിയെന്നല്ല, നല്ല അസല അടിയാണ്, കാരണത്തേറ്റ അടി കൊടുത്തു വിട്ടിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. പാകിസ്ഥാൻ ഉയർത്തിയിട്ടുള്ള ജമ്മു കാശ്മീർ പരാമർശം നിരന്തരമായിട്ട് ഇവർക്ക് ഉന്നയിക്കാൻ ആ ഒരു വിഷയം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. ഇതിനെ നമ്മൾ പരമപുച്ഛത്തോടുകൂടി, അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞു. അതായത് നമ്മൾ പറയും ഇതൊരു അനാവശ്യമായിട്ടുള്ള കാര്യമാണ്, ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. സത്യം എന്താണോ എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ടറിയാം. ഇത് പാകിസ്ഥാൻ ഇന്ത്യയെയും അവിടുത്തെ ജനങ്ങളെയും ദ്രോഹിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലമാണ് എന്ന് കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. ഈ പാകിസ്ഥാൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള യോഗ്യതകൾ പറയണമല്ലോ. ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഇന്ത്യ നടത്തുന്ന അവകാശ ലംഘനങ്ങളെക്കുറിച്ചും കാശ്മീരിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ അവർ സ്വയം ഒന്ന് ആലോചിക്കണ്ടേ അവരവരുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഈ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ അറിയുന്നുണ്ടല്ലോ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത്, പാകിസ്ഥാനിലെ നീതിയാണോ അധർമ്മമാണോ നടക്കുന്നത്, ഏതാണ് എന്നുള്ളത് വിവേചിച്ചറിയാൻ പ്രത്യേകിച്ച് ഏത് പൊട്ടരും പറ്റുമെന്ന് പറയുന്നത് പോലെയാണ്. കാരണം അത്രത്തോളം വ്യക്തമാക്കപ്പെടുന്നുണ്ട്, നഗ്നമാക്കപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ചില കാര്യങ്ങളെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് പി ഹരീഷ് എന്ന് പറയുന്ന UN-ലെ ഇന്ത്യയുടെ പ്രതിനിധി ഈ കാര്യങ്ങളെല്ലാം, പാകിസ്ഥാൻ്റെ വാദങ്ങളെ മുഴുവൻ ഖണ്ഡിച്ചത്. ഒന്ന്, മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലടച്ചത്, അന്നത്തെ ഭരണകക്ഷിയെ നിരോധിച്ചത്, ഉന്നത പ്രതിരോധ നേതൃത്വത്തിന് ആജീവനാന്ത പ്രതിരോധ ശേഷി നൽകുന്നതിനായിട്ട് ഭരണഘടനാ മാറ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൻ്റെ സൈന്യത്തിൻ്റെ പങ്ക്. അതായത് ഈ അസീം മുനീറിന് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പദവി കൊടുത്തല്ലോ. ആ പദവി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനയിൽ മാറ്റം വരുത്തി. ഈ മാറ്റം വരുത്തുന്നതിന് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രധാനമന്ത്രിയെ ഒപ്പിട്ടു. അവിടെ ഏതെല്ലാം വകുപ്പുകൾ അല്ലെങ്കിൽ ഏതെല്ലാം അതിൻ്റെ ഉന്നത നേതൃത്വങ്ങൾ ഒപ്പിടണമോ അതെല്ലാം ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത് ഒപ്പിടാതിരിക്കാൻ വേണ്ടിയിട്ട് നാട് വിട്ടുപോയി എന്നുള്ളൊരു കഥ കൂടി വന്നിരുന്നു കേട്ടോ. ആ കഥ കേട്ട് നമ്മളത് നാവെടുത്ത് വായിലിടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തി. കാരണം അസീം മുനീർ പറഞ്ഞു കാച്ചിക്കളയും, നിങ്ങളിങ്ങ് പോന്നേരെ എന്നുള്ളത്. ഏത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ തന്നെ കാച്ചു, ഇല്ലെങ്കിൽ താൻ അവിടെ കിടന്ന് പെടുമരണം മരിക്കും, ഈ ഭാഗത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ആയിരിക്കണം എന്തായാലും ഷെഹബാസ് ഷെരീഫ് വാലും ചുരുട്ടി പാകിസ്ഥാനിലേക്ക് വന്നു ഈ കാര്യത്തിൽ ഒപ്പുവെക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇവ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ തൊലി ഉരിച്ചത് എന്ന് പറയാം. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അവരുടെ ജനങ്ങളുടെ ഇഷ്ടത്തെ ബഹുമാനിക്കുന്നതിന് ഒരു സവിശേഷമായ രീതിയുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ്. ഇത്രമേൽ അപമാനം ഏറ്റുവാങ്ങണോ എൻ്റെ ദാസ എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തായാലും പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതയിലും സൈനിക സ്ഥാപനങ്ങളുടെ വലിയ പങ്കിലുമൊക്കെ ഇന്ത്യയുടെ ശ്രദ്ധ ആവർത്തിച്ച് പതിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ വ്യക്തമായത്. നമ്മുടെ രാജ്യത്തോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കൊപ്പം വളർന്നിരുന്നുവെങ്കിൽ പോലും പാകിസ്ഥാൻ ഇന്ന് എവിടെ നിൽക്കുമായിരുന്നു?
പക്ഷേ നിരന്തരമായിട്ടുള്ള അസ്ഥിരത, ഭരണ അസ്ഥിരതയും അട്ടിമറിയും എല്ലാം കൊണ്ട്, മാത്രമല്ല ഈ ഭീകരവാദികൾക്ക് കൊടുക്കുന്ന പിന്തുണയും എല്ലാം ചേർന്നുകൊണ്ട് ആ രാജ്യം മുടിഞ്ഞ് കുത്തുപാള എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം അവിടെ ഒരു കാശുള്ളത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഈ സൈനിക നേതൃത്വത്തിൻ്റെ, പൊളിറ്റിക്കൽ നേതൃത്വത്തിൻ്റെയും ഒക്കെ മുമ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ പറയുകയാണ്, നമ്മൾ തന്നെ ചെയ്ത വീഡിയോയിൽ, അതായത് സുനിൽ സാർ ചെയ്ത വീഡിയോയിൽ പറയുകയാണ്, പാകിസ്ഥാൻ്റെ പ്ലെയിൻ കാനഡയിൽ കൊണ്ട് ലാൻഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയ അഭയം നൽകണമെന്ന്. അപ്പോൾ നോക്കണം, ആ രാജ്യത്തിൻ്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് അത്രമേൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ അഭയം തേടി ഒരു ഫ്ലൈറ്റിൻ്റെ ക്രൂ മുഴുവനും മറ്റൊരു രാജ്യത്തേക്ക് പോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ഈ രാജ്യം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവർ ഇന്ത്യയിലേക്ക് നോക്കി, കശ്മീരിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, നോക്കൂ കാശ്മീരിൽ നോക്കൂ, കാശ്മീരിൽ നോക്കൂ, കാശ്മീരിൽ നിങ്ങളുടെ ഭാഗത്താണ് പ്രശ്നങ്ങളുള്ളത്, ഞങ്ങൾ 370 അങ്ങ് എടുത്തു കളഞ്ഞു, ഇപ്പോൾ കാശ്മീരിൽ സമാധാനമുണ്ട്, വരുമാനമുണ്ട്, അവിടുത്തെ ജനങ്ങൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത് നോക്കി കണ്ടുകൊണ്ട് അപ്പുറത്തുള്ള നിങ്ങളുടെ ഭാഗത്തുള്ളവരെല്ലാം തന്നെ വെറുതെ മാമ്പു കണ്ട് മോഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ വളരെ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നുണ്ട് ഞങ്ങളും ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അധികം വൈകാതെ അത് ഇങ്ങോട്ടേക്ക് തന്നെ പോരുമെന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെയും പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം അവിടെ അസ്ഥിരമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ ജനങ്ങൾക്ക് പോകാൻ കഴിയില്ല. അവർക്ക് അന്നം വേണം, അവർക്ക് തൊഴിൽ വേണം, സ്വസ്ഥത വേണം, സമാധാനം വേണം, പാർപ്പിടം വേണം. ഇതെല്ലാം കൊടുക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയും. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായും ഇന്ത്യയിലേക്ക് വന്നു ചേരാൻ നിൽക്കുന്ന പ്രദേശങ്ങളാണ്. എന്തായാലും അത് പോട്ടെ. എന്തായാലും ഇതിൽ ഈ സുരക്ഷാ കൗൺസിലിൽ നെടുനീളെ പാകിസ്ഥാനെ ഇങ്ങനെ കീറി വലിച്ച് ഒട്ടിച്ച ഒരു അവസ്ഥയിലേക്ക് എന്തായാലും എത്തിച്ചിട്ടുണ്ട്. സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗമല്ലാത്ത ഒരു രാജ്യത്തിന് ബഹുരാഷ്ട്ര വേദികളിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? UN ചാർട്ടറിന് കീഴിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയില്ല എന്നുള്ളത് കൂടി നമ്മുടെ അംബാസിഡർ P. ഹരീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അവിടെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ നിങ്ങളൊന്നും ഇടപെടേണ്ട യാതൊരു തരത്തിലുമുള്ള ആവശ്യമില്ല. മാത്രമല്ല അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഉന്നയിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള അവകാശവും പാകിസ്ഥാനില്ല എന്നുകൂടി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെച്ചു, ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം. അപ്പോൾ 65 വർഷം മുമ്പ് സൗഹൃദപരമായി വെച്ച ഒരു കരാർ, ഇന്ത്യ ആ കരാറിൽ ഏർപ്പെട്ട സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചും അത് പിന്നീട് എന്തുകൊണ്ട് ഇന്ത്യ നിർത്തിവെച്ചു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണം ഉദ്യോഗസ്ഥൻ നൽകുകയും ഒക്കെ ചെയ്തു. 6.5 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യക്കെതിരെ 3 യുദ്ധങ്ങളാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന, ഇപ്പോൾ ജമ്മു കാശ്മീരിലെ സമാധാനത്തിന് വേണ്ടിയും ഇന്ത്യ നടത്തുന്ന അവിടുത്തെ അവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ 6 പതിറ്റാണ്ടിനെതിരെ 3 യുദ്ധങ്ങൾ നടത്തി. ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളാണ് ഈ രാജ്യം നടത്തിയത്, ഭീകരതയെ പോറ്റി വളർത്തുന്ന ഈ രാജ്യം നടത്തിയത്. മാത്രമല്ല പാകിസ്ഥാൻ ഈ ഉടമ്പടിയുടെ ആത്മാവിനെ തന്നെ ഇല്ലാതെയാക്കിയെന്ന് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണങ്ങൾ 10,000-കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2025 ഏപ്രിൽ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ആക്രമണത്തെക്കുറിച്ചും മതത്തിൻ്റെ പേരിൽ മാത്രം 26 നിരപരാധികളെ ഇവർ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് കൂടി UN കൗൺസിലിൽ, സുരക്ഷാ കൗൺസിലിൽ നമ്മുടെ ഉദ്യോഗസ്ഥൻ വാദിച്ചു. അദ്ദേഹം കൃത്യമായിട്ട് അത് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആഗോള ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്, തുടക്കം കുറിക്കുന്നത്, അവരെ തീറ്റിപ്പോറ്റുന്നത്, ഊട്ടുന്നത്, ഉറക്കുന്നത്, ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് എല്ലാം ഈ ഒരൊറ്റ രാജ്യമാണ്. ഈ രാജ്യമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ വിശ്വസനീയമായിട്ടും പിൻവലിക്കാനാകാത്ത രീതിയിൽ തന്നെ ഇവർ വളർത്തിക്കൊണ്ട് പോകുകയും ചെയ്യുന്നുണ്ട്. അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കൂടാതെ അദ്ദേഹം പറയുന്നു, 2001 പാർലമെൻറ്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 ഉറി ആക്രമണം, 2019 പുൽവാമ ആക്രമണങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഉദ്യോഗസ്ഥൻ അവിടെ ഇന്ത്യക്ക് വേണ്ടി പറഞ്ഞത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നീതികേട്
അല്ലെങ്കിൽ ഭീകരതയുടെ മുഖം മുഴുവനും തുറന്നു കാണിച്ചത് ഇത്തരത്തിലാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നു, സിംല കരാറും ലാഹോർ പ്രഖ്യാപനവും ഒക്കെ അനുസരിച്ച് എന്താണ് ഇവർ ചെയ്യേണ്ടത്? ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ് കാശ്മീർ. പക്ഷേ ഇവരിത് ലോകവേദികളിലൊന്നടങ്കം പാട്ടുപാടി നടന്ന് സ്വയം നാണം കെടുന്ന ഒരവസ്ഥയിലേക്ക്, സ്വന്തം രാജ്യം ഇത്രയും വലിയൊരു ഭീകര രാജ്യമാണെന്ന് സ്ഥാപിക്കുന്നതിലേക്ക് പാകിസ്ഥാൻ എത്തുകയും ചെയ്യുന്നുവെന്ന് കൂടി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെച്ചു. അതിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഇന്ത്യക്ക് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നുണ്ട്, ഇത് കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്. മാത്രമല്ല കാശ്മീർ നമ്മുടേതാണ്. അത് നമ്മുടെ കേന്ദ്രമന്ത്രിമാരും നമ്മുടെ സൈനിക മേധാവിമാരും എല്ലാം പറയുകയും ചെയ്യുന്ന കാര്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പാകിസ്ഥാൻ അതിൽ കിടന്ന് എത്രത്തോളം കടിച്ചു വലിച്ചാലും അതിൻ്റെ 1 ഇഞ്ച് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളെ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.